ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയുന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ജോൺസന് പുതിയ തലമുറയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഗായകരും ചിത്രയും വേണുഗോപാലാണ്. എൻ്റെ അടുത്ത് പറയാറുണ്ട്, പഠിപ്പിച്ചു കൊടുത്താൽ അതിലൊരു നൂല് വ്യത്യാസമില്ലാതെ ഈ രണ്ടുപേരും പാടുന്ന പറയും. ജോൺസൺ വേണുഗോപാലും ചിത്രയായാലും ഒരു നൂല് വ്യത്യാസമില്ലാതെ, അത് എന്ത് ഭാഷ എന്നിരിക്കാറില്ല, ഒരു നൂല് വ്യത്യാസമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ നേരെ രണ്ടുപേരും പാടുന്നത്. അതുകൊണ്ട് തന്നെ വേണുഗോപാലിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണുഗോപാലിൻ്റെ ശബ്ദം ഇഷ്ടമാണ്. വേണുഗോപാലൻ എൻ്റെ മിക്ക പാട്ടുകളും സൂപ്പർ ഹിറ്റായുള്ള പല പാട്ടുകളും പാടിയുള്ളത് വേണുഗോപാലാണ്. കളിക്കളത്തിൽ പൂത്താരം എന്നൊരു പാട്ട്, അത് ഫീമെയിൽ വോയിസാണ്, പടത്തിലും ഫീമെയിൽ വോയിസാണ്, ശോഭന പാടുന്നതാണ് മമ്മൂട്ടിയുടെ. അപ്പോൾ ഞാനത് ഒരു മെയിൻ വോയിസ് കൂടെ എടുത്തിട്ട് വേണുഗോപാലെ പാടി വെച്ചു. ആ പാട്ട് കേട്ടിട്ട് മമ്മൂട്ടി 2-3 ദിവസങ്ങൾ എൻ്റെ അടുത്ത്. ആ പാട്ട് ഉണ്ടായത് വേണുവിനും എനിക്കറിയാം. കാര്യം വേണു സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ആ പാട്ട് വേണുവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളത്. കാര്യം സസ്നേഹം എന്നുള്ള സിനിമ കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ വേണു ഭയങ്കര ഔദ്യോഗികരമായിട്ട് എന്തൊക്കെയോ തിരക്കുകളാണ്. അപ്പോൾ ഈ പാട്ട് എൻ്റെ അടുത്ത് ജോൺസൺ പറഞ്ഞു, വേണു ഇല്ല, വേണുന്ന് വരാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ലിപ്പുള്ള പാട്ടല്ല, അതുകൊണ്ട് നമുക്ക് ഞാൻ ഷൂട്ട് ചെയ്തോളാം. വേണു വിചാരിച്ചത് ആരെ കൊണ്ടെങ്കിലും പാടിപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ ആ പാട്ട് വേണു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പറ്റാണ് വേണു മദ്രാസിൽ പോയിട്ട് ആ പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ജോൺസണായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള വേണുഗോപാലിനെ ജോൺസന്റെ ഓർമ്മയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കുന്നു എന്നുള്ള വലിയ സന്തോഷം. വേണുഗോപാലിൻ്റെ മകനുണ്ട് ഇവിടെ പാടാൻ. വേണുഗോപാലിൻ്റെ മകൻ എൻ്റെ മകൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അനൂപ് സത്യൻ അദ്ദേഹത്തിയത് മറ്റേ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ഞാൻ നോക്കിയപ്പോൾ അനു പറഞ്ഞാൽ വെച്ചാൽ പാട്ട് അറിയുന്ന ഒരാൾ പാടുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ചുണ്ടാണിക്കാനും മതി, പക്ഷെ പാട്ട് അറിയുന്ന ഒരാൾ പാടുന്നതാണ് എൻ്റെ സ്വരവും. അങ്ങനെ അവൻ റിക്വസ്റ്റ് ചെയ്തില്ല, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇല്ല, എന്നെ കൊണ്ട് വേണുവിനെ വിളിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ മോനെ വിളിച്ച് പാടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കുടുംബ സദസ്സാണ്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും കാണുന്നത് രാജീവായാലും അജയനായാലും നമുക്ക് എല്ലാ ആളുകളും ദീപ്തി റോഡിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മാധവേട്ടനും പത്നി ചേച്ചിയൊക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ആളുകൾ മാത്രം ഉള്ള ഒരു സദസ്സാണ്. അപ്പം നിങ്ങളെല്ലാവരും അനുവാദത്തോടു കൂടിയിട്ട് ഈ ജോൺസന്റെ ഈ വാർഷികം എന്ന് പറയാം, അതൊരു സങ്കടകരമായെങ്കിലും സങ്കടപ്പെടാൻ ജോൺസൺ സമ്മതിക്കില്ല. നമ്മൾ കരഞ്ഞിരിക്കുന്ന ജോൺസൺ ഇഷ്ടമല്ല.